വെൽക്കം ടു CSEB ആസ്പിറൻസ്. അപ്പോൾ ഇന്ന് നമ്മളൊരു മോക്ക് ടെസ്റ്റാണ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് 2024-25 ആണ് ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിന് മുമ്പ് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ അപ്ലോഡ് ചെയ്തായിരുന്നു. അപ്പോൾ കാണാത്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കാണുക. അപ്പോൾ ഇങ്ങനത്തെ ഈ സീരീസ് നമ്മൾ ഒരു അത്യാവശ്യം 2024-25 ഒരുവിധം എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് ഡിസ്കസ് ചെയ്ത് പോകാം കേട്ടോ. അങ്ങനെ ഓക്കെ. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് PYQ ആയിട്ടുള്ള റിലേറ്റഡ് ഫാക്ട്സ് അടക്കം പഠിച്ചെടുക്കാം. ഓക്കെ. അപ്പോൾ 25 വരെയുള്ള ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഇനി 26 മുതലാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ നോക്കാം. ദ ഓഡിറ്റ് ഓഫ് അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്സ് ടു ബി ഇൻട്രസ്റ്റഡ് വിത്ത്. അർബൻ കോപ്പറേറ്റീവ് ബാങ്കുകളുടെ ഓഡിറ്റ് ആയിട്ടുള്ള കാര്യമാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ ചാർട്ടേഡ് അക്കൗണ്ടൻസ് ആണോ കണ്ടക്ട് ചെയ്യുന്നത്, ബി ഡിപ്പാർട്ട്മെൻറ്റൽ ഓഡിറ്റേഴ്സ് ആണോ, സി ചാർട്ടേഡ് അക്കൗണ്ടൻസ് ആൻഡ് ഡിപ്പാർട്ട്മെൻറ്റൽ ഓഡിറ്റേഴ്സ്, ഡി പറയണത് നൺ ഓഫ് ദി എബവ്. അപ്പോൾ ആരാണ് ഇതിൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളത് എന്നാണ് ചോദ്യം വന്നിട്ടുള്ളത് കേട്ടോ. അർബൻ UCB ആണ്. UCBക്ക് എത്ര തരത്തിലാണ് അക്കൗണ്ട്സ് നമ്മൾ ഫിനാൻഷ്യൽ ഓഡിറ്റും വരും, അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റും വരും അല്ലേ. നോർമലി ഫിനാൻഷ്യൽ ഓഡിറ്റും അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റും കണ്ടക്ട് ചെയ്യാറുണ്ട് പിന്നെ അപ്പെക്സിലൊക്കെ കേട്ടോ. അപ്പോൾ ദ ഓഡിറ്റ് ഓഫ് അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് ചെയ്യുന്നത് ചാർട്ടേഡ് അക്കൗണ്ടൻസും ഡിപ്പാർട്ട്മെൻറ്റൽ ഓഡിറ്റേഴ്സുമാണ്. ചാർട്ടേഡ് അക്കൗണ്ടൻറ്റുമാരും ഉണ്ട്, ഡിപ്പാർട്ട്മെൻറ്റൽ ഓഡിറ്റേഴ്സും ഉണ്ട്. രണ്ട് കൂട്ടരും കൂടി കൂടിയിട്ടാണ് UCBയുടെ ഓഡിറ്റിങ് കംപ്ലീറ്റ് ചെയ്യുന്നത്. സോ അതൊന്ന് ഓർത്ത് വെച്ച് പഠിക്കുക കേട്ടോ. ഓക്കെ. ദ ഓഡിറ്റ് ഓഫ് UCB ടു ബി ഇൻട്രസ്റ്റഡ് വിത്ത് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ആൻഡ് ഡിപ്പാർട്ട്മെൻറ്റൽ ഓഡിറ്റേഴ്സ് എന്ന് തന്നെ പഠിക്കുക. 27 സെക്ഷൻ ഡാഷ് ഓഫ് കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് എംപവേഴ്സ് ദ ഓഡിറ്റർ ടു സമൺ the members to furnish information relating to the transactions with the society. ഏത് സെക്ഷനിലാണ് ഇത് പറഞ്ഞിട്ടുള്ളതെന്നാണ്. അപ്പോൾ 64(2)B കൊടുത്തിട്ടുണ്ട്, 64(2)A, 64(2)C, അതുപോലെ തന്നെ 64 സബ്സെക്ഷൻ 3യും കൊടുത്തിട്ടുണ്ട്. കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ ഓഡിറ്റർ വിളിച്ച് ചേർക്കുന്നത് മെമ്പേഴ്സിന് എന്തിനു വേണ്ടിയിട്ട്? ടു ഫർണിഷ് ഇൻഫോർമേഷൻ റിലേറ്റിംഗ് ടു ട്രാൻസാക്ഷൻസ് വിത്ത് സൊസൈറ്റി. സൊസൈറ്റിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഓഡിറ്റർക്ക് സമൺ ചെയ്യാനുള്ള അധികാരം ഉണ്ട് എന്ന് പറയുന്ന സെക്ഷൻ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഏതാണ് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്? 64 നമ്മുടെ ഈ ഒരു ഭാഗം, അതായത് ഓഡിറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത് 64. 64 2Bയിലാണ് ഈ ഒരു കാര്യം പറഞ്ഞത് കേട്ടോ. ഓഡിറ്റർക്ക് സമൺ ചെയ്യാനുള്ള അധികാരമുണ്ട്. ഓഡിറ്റർ വിളിച്ചു ചേർക്കും, അവിടെ എന്തൊക്കെ ഇൻഫർമേഷൻസ് വേണോ അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഓഡിറ്റർക്ക് വിളിച്ചു ചേർക്കാനും, അതുപോലെ തന്നെ ആവശ്യമുള്ള റെക്കോർഡ്സും ഡാറ്റാസും ഒക്കെ എടുക്കാനും അത് മേടിക്കാനും ഒക്കെ ഉള്ള അധികാരം ആർക്കുണ്ട്? ഓഡിറ്റർക്കുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പറയുന്നതാണ് ഈ ഒരു സെക്ഷനിൽ പറയുന്നത്. അപ്പോൾ 64 ഇതുമായി ബന്ധപ്പെട്ട് സബ്സെക്ഷൻ 2 ABC എന്ന് പറഞ്ഞിട്ടുള്ള 3 ക്ലോസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ABC കൊടുത്തിട്ടുണ്ട്. അപ്പോൾ Aയും Bയും Cയും എന്താണെന്ന് നോക്കാം. A എന്താ പറയണമെന്ന് വെച്ചാൽ ആവശ്യമുള്ള സമയങ്ങളിലൊക്കെ ഹാവ് ടു ആക്സസ് ടു ഓൾ ദ ബുക്സ്, അക്കൗണ്ട്സ്, ഡോക്യുമെൻറ്റ്സ്, പേപ്പേഴ്സ് ആൻഡ് ഓൾ അതർ റെലവൻറ്റ് റെക്കോർഡ്സ്, സെക്യൂരിറ്റീസ് ആയിക്കോട്ടെ, ക്യാഷ് ആയിക്കോട്ടെ, അതർ പ്രോപ്പർട്ടീസ് ബിലോങ്ങിങ് ടു സൊസൈറ്റി അല്ലേ. അതുപോലെ തന്നെ കൺട്രോൾ ഓവർ ദ സൊസൈറ്റിയിലുള്ള എല്ലാ സാധനങ്ങളും ആവശ്യമുള്ള സമയത്ത് ആക്സസ് ചെയ്യാനുള്ള അധികാരം ആർക്കുണ്ട്? ഓഡിറ്റർക്കുണ്ട് എന്ന് പറയുന്നതാണ് A പറയുന്നത് കേട്ടോ. ഏത് A? 64 2A പറയുന്നത്. അപ്പോൾ 2B ആണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. 2B ഓഡിറ്റർക്ക് സമൺ ചെയ്യാണ്ട് മെമ്പേഴ്സിനെ ആയിക്കോട്ടെ ഇൻഫർമേഷന് വേണ്ടിയിട്ട് വിളിച്ചു വരുത്താനുള്ള അധികാരം ഉണ്ടെന്ന് പറയുന്നു 2B. അപ്പോൾ 2A എന്താ പറയണത്? 2A പറയണത് ആക്സസ് ചെയ്യാനുള്ള അധികാരമുണ്ടെന്ന്, 2B പറയണത് വിളിച്ചു ചേർക്കാനുള്ള അധികാരമുണ്ടെന്ന്. പിന്നെ C പിന്നെ മറ്റ് പവേഴ്സ് റൂളിൽ പറഞ്ഞിട്ടുള്ള പോലെ സച്ച് അതർ പവേഴ്സ് ആസ് മേ ബി ഡിസ്ക്രൈബ്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവിടെ 64 3 കൊടുത്തിട്ടുണ്ട്. 64 3 എന്താ പറയണത് വെച്ചാൽ എവറി പേഴ്സൺ, ഏത് പേഴ്സൺ ആയിക്കോട്ടെ, ഓഫീസർ ആയിക്കോട്ടെ, എംപ്ലോയി ആയിക്കോട്ടെ, ഇനിയിപ്പോൾ എല്ലാ മെമ്പറും, എവറി മെമ്പർ അല്ലെങ്കിൽ പാസ്റ്റ് മെമ്പർ ആരായിക്കോട്ടെ, ഹൂ ഈസ് ഇൻ പൊസഷൻ ഓഫ് എനി ഇൻഫോർമേഷൻ, ആരുടെ കയ്യിലാണോ റെക്കോർഡ്സും അതുപോലെ തന്നെ ഇൻഫോർമേഷൻ ഉള്ളത് സൊസൈറ്റിയുടെ വർക്കിങ്ങുമായി ബന്ധപ്പെട്ടിട്ട്, അത് ഷാൾ ഫർണിഷ് സച്ച് ഇൻഫോർമേഷൻ ഇൻ റിഗാർഡ് ടു ട്രാൻസാക്ഷൻസ് ആൻഡ് വർക്കിംഗ് ഓഫ് ദ സൊസൈറ്റി. DCA അല്ലെങ്കിൽ ആ ഒരു ഓതറൈസ്ഡ് പേഴ്സൺ, ആരാണോ ഓതറൈസ്ഡ് പേഴ്സൺ, അവർ ചോദിക്കുന്ന സമയത്ത് അത് കൊടുക്കണം. അതിനെക്കുറിച്ചിട്ട് തന്നെയാണ് 64 3 പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെക്കണം.
നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. വെൻ ഓഡിറ്റ് ക്ലാസിഫിക്കേഷൻ ഈസ് പ്രൊപ്പോസ്ഡ് ഫോർ എ ക്രെഡിറ്റ് സൊസൈറ്റി ഇൻ എ ഇയർ, ദ മാക്സിമം വെയിറ്റേജ് ഈസ് ഗിവൺ ടു ദ ക്രൈറ്റീരിയ. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, ചോദിച്ചു കാണാത്ത ടൈപ്പ് ചോദ്യമാണ്, ഒരു പുതിയ ചോദ്യമാണ്. സോ അതിന് ആ രീതിയിൽ പ്രാധാന്യം കൊടുത്ത് പഠിക്കുക. ഓപ്ഷൻ എ ക്യാപിറ്റൽ സ്ട്രക്ചർ, ഓപ്ഷൻ ബി ജനറൽ വർക്കിംഗ് ഓഫ് ദ സൊസൈറ്റി, ഓപ്ഷൻ സി ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി കവർ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെറ്റ്സ്, ഡി പറയുന്നത് പെർസെൻറ്റേജ് ഓഫ് ഡീഫോൾട്ടേഴ്സ് ടു ദ ടോട്ടൽ നമ്പർ ഓഫ് ഡീഫോൾട്ടേഴ്സ്. അതായത് വെൻ ഓഡിറ്റ് ക്ലാസിഫിക്കേഷൻ പ്രപ്പോസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് സൊസൈറ്റി ഒരു വർഷത്തിൽ മാക്സിമം വെയിറ്റേജ് ക്രൈറ്റീരിയ എവിടെയാണ് കൊടുക്കാറ്? അത് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി കവറിലാണ് കൊടുക്കുക കേട്ടോ. ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി കവർ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെറ്റ്സിനാണ് വെയിറ്റേജ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ 28 സി ആണ് ആൻസർ ആയിട്ട് വരിക. പ്രത്യേകം ശ്രദ്ധിച്ച് പഠിക്കുക, പുതിയൊരു ചോദ്യമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഓഡിറ്റ് ഫീ ഈസ് കാൽക്കുലേറ്റഡ് ഓൺ ദ ബേസിസ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ. ഓഡിറ്റ് ഫീ ഈസ് കാൽക്കുലേറ്റഡ് ഓൺ ദ ബേസിസ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ ഇൻ ദ കേസ് ഓഫ്, ആരുടെ കേസിലാണ് ഓഡിറ്റ് ഫീ വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ ബേസിൽ കണക്ക് കൂട്ടുന്നത്? ഹൗസിംഗ് സൊസൈറ്റീസ് ആണോ, പ്രൈമറി ലാൻഡ് ഡെവലപ്മെൻറ്റ് ബാങ്ക്സ് ആണോ, ഹൗസ് മോർട്ടഗേജ് ബാങ്ക്സ് ആണോ, ക്രെഡിറ്റ് സൊസൈറ്റീസ് ആണോ? ഏതാണ് ഉത്തരമായിട്ട് വരുന്നതെന്നാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്കറിയാം വർക്കിംഗ് ക്യാപിറ്റൽ ബേസ്ഡ് ആയിട്ട് കൊടുക്കുന്നത് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആണ്. അപ്പോൾ നമ്മുടെ ആദ്യം തന്നെ പറയുന്നുണ്ട് ക്രെഡിറ്റ് സൊസൈറ്റീസ് എക്സെപ്റ്റ് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഹൗസിംഗ് സൊസൈറ്റീസ്, ഹൗസ് മോർട്ടഗേജ് സൊസൈറ്റീസ്, അതുപോലെ തന്നെ പി കാർഡിനെയും പറയുന്നുണ്ട്. പ്രൈമറി ലാൻഡ് ഡെവലപ്മെൻറ്റ് ബാങ്ക് ആ ഒരു വിഭാഗത്തിൽ വിടുന്നതാണല്ലോ. സോ അതുകൊണ്ട് നമുക്ക് അതിനെ അങ്ങനെ ഉൾപ്പെടുത്താം. അവരൊഴികെയുള്ള മറ്റെല്ലാ ക്രെഡിറ്റ് സൊസൈറ്റീസിനും വർക്കിംഗ് ക്യാപിറ്റൽ ബേസ്ഡ് ആണ്. അപ്പോൾ ഇവർക്ക് 3 പേർക്കും എന്താണ്? അവർ അഗ്രഗേറ്റ് ലോണും അതുപോലെ അത് റിക്കവേർഡും, ലോൺ റിക്കവേർഡും ഏതാണോ അതിനനുസരിച്ചിട്ടാണ് അവർ ഡിസൈഡ് ചെയ്യുന്നത് ഓഡിറ്റ് ഫീ കേട്ടോ. സോ ക്രെഡിറ്റ് സൊസൈറ്റീസിനാണ് വർക്കിംഗ് ക്യാപിറ്റൽ ബേസിൽ ഓഡിറ്റ് ഫീ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ആൻസർ വരുന്നത് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആണ്. അടുത്തത്, ദ മാക്സിമം ഓഡിറ്റ് ഫീ പേയബിൾ ബൈ എ സൊസൈറ്റി ഷാൾ നോട്ട് എക്സീഡ് റുപ്പീസ്. എത്ര രൂപയെ കൂടാൻ പാടില്ല മാക്സിമം ഓഡിറ്റ് ഫീ? എത്രയാണ് പറയുന്നത്? അറിയുന്നതാണ്, എളുപ്പമുള്ള ചോദ്യമാണ്. ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ട് കണ്ടിട്ടുള്ള ചോദ്യങ്ങളാണ് അല്ലേ. 1,50,000, 2,50,000. ഏതാണ് ഉത്തരമായിട്ട് വരിക? 1 lakh ആണ്. ഓക്കെ, അത് കുറച്ച് എളുപ്പമുള്ള ചോദ്യമായിരുന്നു. അടുത്ത ചോദ്യം, ഓഡിറ്റ് വിച്ച് റിവീൽസ് ഡിഫക്റ്റ് ഇൻ ദ വർക്കിംഗ് ഓഫ് ആൻ ഓർഗനൈസേഷൻ. ഓഡിറ്റ് വിച്ച് റിവീൽസ് ഡിഫക്റ്റ് ഇൻ ദ വർക്കിംഗ് ഓഫ് ആൻ ഓർഗനൈസേഷൻ ആൻഡ് സജസ്റ്റ് ഇംപ്രൂവ്മെൻറ്റ്സ് ടു ഒബ്റ്റെയിൻ ദ ബെസ്റ്റ് റിസൾട്ട്സ് ഓഫ് ദ ഓപ്പറേഷൻ ഓഫ് ദ കൺസേൺ. അത് ഏത് ഓഡിറ്റിൻ്റെ ഒരു ഒബ്ജക്റ്റീവാണ് പറഞ്ഞത്? ഏത് ഓഡിറ്റാണ് വിച്ച് റിവീൽസ് ഡിഫക്റ്റ് ഇൻ ദ വർക്കിംഗ് ഓഫ് ആൻ ഓർഗനൈസേഷൻ ആൻഡ് സജസ്റ്റ് ഇംപ്രൂവ്മെൻറ്റ്സ് ടു ഒബ്റ്റെയിൻ ദ ബെസ്റ്റ് റിസൾട്ട്സ് ഓഫ് ദ ഓപ്പറേഷൻ ഓഫ് ദ കൺസേൺ? ഓപ്ഷൻ എ കൺകറൻറ്റ് ഓഡിറ്റ്, ഓപ്ഷൻ ബി സോഷ്യൽ ഓഡിറ്റ്, ഓപ്ഷൻ സി മാനേജ്മെൻറ്റ് ഓഡിറ്റ്, ഓപ്ഷൻ ഡി മെക്കാനിക്കൽ ഓഡിറ്റ്. ഏത് ഓഡിറ്റാണ്? ഓപ്ഷൻ സി മാനേജ്മെൻറ്റ് ഓഡിറ്റാണ് ഇവിടെ ഉത്തരമായിട്ട് വരിക കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഓഡിറ്റ് ഇൻ ഓൾ കേസസ് ഷാൾ എക്സ്റ്റെൻഡ് ബാക്ക് ടു ദ ലാസ്റ്റ് ഡേറ്റ് ഓഫ് ദ ഡാഷ് ആൻഡ് ഷാൾ ബി ക്യാരിഡ് ഔട്ട് അപ് ടു ദ ലാസ്റ്റ് ഡേറ്റ് ഓഫ് ദ കോപ്പറേറ്റീവ് ഇയർ ഇമ്മീഡിയറ്റ്ലി പ്രൊസീഡിംഗ് ദ ഓഡിറ്റ്. ദ ഓഡിറ്റ് ഇൻ ഓൾ കേസസ്, എല്ലാ കേസസിലും ഷാൾ എക്സ്റ്റെൻഡ് ബാക്ക് ലാസ്റ്റ് ഡേറ്റ് ഓഫ് ദ ഡാഷ് ഇയർ, ലാസ്റ്റ് ഡേറ്റ് ഓഫ് ദ ഡാഷ് ആൻഡ് ഷാൾ ബി ക്യാരിഡ് ഔട്ട് ബൈ ലാസ്റ്റ് ഡേറ്റ് ഓഫ് ദ കോപ്പറേറ്റീവ് ഇയർ ഇമ്മീഡിയറ്റ്ലി പ്രൊസീഡിംഗ് ദ ഓഡിറ്റ്. ഓപ്ഷൻ എ പറഞ്ഞ ബിഗിനിങ് ഓഫ് കോപ്പറേറ്റീവ് ഇയർ, ഓപ്ഷൻ ബി പ്രീവിയസ് ഓഡിറ്റ്, ഓപ്ഷൻ സി പറഞ്ഞ ബിഗിനിങ് ഓഫ് ഫിനാൻഷ്യൽ ഇയർ, ഓപ്ഷൻ ഡി എൻഡ് ഓഫ് പ്രീവിയസ് ഫിനാൻഷ്യൽ ഇയർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏതാണ് ഉത്തരമായിട്ട് വരിക? ഓപ്ഷൻ ബി ആണ്, പ്രീവിയസ് ഓഡിറ്റ് ആണ് ഉത്തരമായിട്ട് വരിക കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിപ്പാർട്ട്മെൻറ്റൽ ലെവൽ ഓഫീസേഴ്സ്. അത് ആ ഒരു ഹൈറാർക്കി ഉണ്ടല്ലോ, ഓഡിറ്റുമായി ബന്ധപ്പെട്ട ഹൈറാർക്കി നന്നായി പഠിച്ചിട്ട് പോകണം. ദ ഡിപ്പാർട്ട്മെൻറ്റൽ ലെവൽ ഓഫീസർ ഹൂ സൂപ്പർവൈസസ് ആൻഡ് ഗൈഡ്സ് ദ വർക്ക് ഓഫ് ദ ഓഡിറ്റ് യൂണിറ്റ് ഓഡിറ്റിംഗ്. കോപ്പറേറ്റീവ് സൊസൈറ്റീസിൽ താലൂക്ക് ലെവലിൽ ആരാണെന്നാണ്? താലൂക്ക് ലെവലിൽ അഡീഷണൽ ഡയറക്ടർ ഓഡിറ്റ് ആണോ, ഡെപ്യൂട്ടി ഡയറക്ടർ ഓഡിറ്റ് ആണോ, അസിസ്റ്റൻറ്റ് ഡയറക്ടർ ഓഡിറ്റ് ആണോ, കൺകറൻറ്റ് ഓഡിറ്റേഴ്സ് ആണോ? ആരാണ് വരുന്നത്? ഓക്കെ, ആരാണ് വരുന്നത്? ഓപ്ഷൻ സി ആണ് ഉത്തരമായിട്ട് വരിക. അസിസ്റ്റൻറ്റ് ഡയറക്ടർ ഓഡിറ്റ് ആണ് താലൂക്ക് ലെവലിൽ കേട്ടോ. ദ ഡിപ്പാർട്ട്മെൻറ്റ് ലെവൽ ഓഫീസർ ഹൂ സൂപ്പർവൈസസ് ആൻഡ് ഗൈഡ്സ് ദ വർക്ക് ഓഫ് ദ ഓഡിറ്റ് യൂണിറ്റ് ഓഡിറ്റിംഗ്. വർക്ക് ഓഫ് ദ ഓഡിറ്റ് യൂണിറ്റ് ഓഡിറ്റിംഗ് ദ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് അറ്റ് ദ താലൂക്ക് ലെവൽ. യൂണിറ്റ് ഓഡിറ്റിങ്ങിന് പോകുന്നത് അസിസ്റ്റൻറ്റ് ഡയറക്ടർ ഓഡിറ്ററാണ് കേട്ടോ. 34 പറയുന്നത് ദ കോപ്പറേറ്റീവ് ഓഡിറ്റ് ഇൻക്ലൂഡ്സ് ഫിനാൻഷ്യൽ ഓഡിറ്റ് ആൻഡ്. ഫിനാൻഷ്യൽ ഓഡിറ്റ് കൂടാതെ വേറൊരു ഓഡിറ്റും കൂടി ഉണ്ട് കോപ്പറേറ്റീവ് ഓഡിറ്റിൽ. എന്താ അതിനെ പറയുക? സോഷ്യൽ ഓഡിറ്റ് ആണോ, കൺകറൻറ്റ് ഓഡിറ്റ് ആണോ, അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റ് ആണോ, എഫിഷ്യൻസി ഓഡിറ്റ് ആണോ? ഏത് ഓഡിറ്റാണ് പറയണത്? നോർമലി പറയുക എന്താണ്? അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റും അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ഓഡിറ്റും, ഇത് രണ്ടും ചെയ്യുന്നുണ്ട് കേട്ടോ. അഡ്മിനിസ്ട്രേഷൻ്റെ ഭാഗവും നോക്കണം, ഫിനാൻഷ്യൽ കേസസും നോക്കണം.
അടുത്ത ക്വസ്റ്റ്യൻ, ദ ഓഡിറ്റ് കണ്ടക്റ്റഡ് ടു സി വെദർ. ഒരുപാട് ഓഡിറ്റിങ്ങിലെ ക്വസ്റ്റ്യൻസ് വന്ന എക്സാമാണിത് കേട്ടോ. അതുപോലെ തന്നെ കോസ്റ്റിങ്ങും എല്ലാം കയറി വന്നിട്ടുണ്ട്. ദ ഓഡിറ്റ് കണ്ടക്റ്റഡ് ടു സി വെദർ ദ മാനേജ്മെൻറ്റ് ക്യാരീസ് ഔട്ട് ഇറ്റ്സ് ഓപ്പറേഷൻ ബേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് കോപ്പറേഷൻ. Okay, the audit conducted to see whether the management carries out its operation based on the principle of cooperation. ഏത് കോപ്പറേഷൻ പ്രിൻസിപ്പിൾ ആണ്? സോഷ്യൽ ഓഡിറ്റ്, ഫിനാൻഷ്യൽ ഓഡിറ്റ് ആണോ, കൺകറൻറ്റ് ഓഡിറ്റ് ആണോ, അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റ് ആണോ, ഏതാണ്? ഇവിടെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റ് ആണ് ഉത്തരമായിട്ട് വരിക. 36. The auditor's dash contains details of all missing vouchers, receipts and invoices. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ഓഡിറ്റ് ടേബിൾ, ഓപ്ഷൻ ബി ഓഡിറ്റ് സ്പെസിമെൻ, ഓപ്ഷൻ സി വർക്കിംഗ് ഷീറ്റ്സ്, ഓപ്ഷൻ ഡി ഓഡിറ്റ് ചെക്ക് ലിസ്റ്റ്. ഏതാണ് ഉത്തരമായിട്ട് വരിക? 36ൻ്റെ ഉത്തരം എന്താണ്? വർക്കിംഗ് ഷീറ്റാണ് കേട്ടോ. ഓപ്ഷൻ സി വർക്കിംഗ് ഷീറ്റാണ് ഉത്തരമായിട്ട് വരിക. വർക്കിംഗ് ഷീറ്റാണ് വരിക. അതായത് ഓഡിറ്റേഴ്സ് വർക്കിംഗ് ഷീറ്റ്സ് കണ്ടെയ്ൻ, ഓഡിറ്റേഴ്സിൻ്റെ വർക്കിംഗ് ഷീറ്റ് കണ്ടെയ്ൻ ചെയ്യുന്ന എന്തെല്ലാമാണ്? ഡീറ്റെയിൽസ് ഓഫ് എല്ലാ മിസ്സിംഗ് വൗച്ചേഴ്സ് എന്തെങ്കിലും മിസ്സായിട്ടുണ്ടോ, റിസീപ്റ്റ്സ് മിസ്സായിട്ടുണ്ടോ, ഇൻവോയ്സസ് മിസ്സായിട്ടുണ്ടോ, ഇതൊക്കെ വർക്കിംഗ് ഷീറ്റിലാണ് അവർ അടയാളപ്പെടുത്തി വെക്കുക കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 37th ക്വസ്റ്റ്യൻ, വെരിഫിക്കേഷൻ ഓഫ് വൗച്ചിങ് ഓഫ് റിസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് ആർ യൂസിങ് ക്യാഷ് ബുക്ക്. കൂടാതെ വേറൊരു ബുക്കും കൂടി ഉണ്ട്, ഇൻ ദ ഓഡിറ്റ് പ്രോസസ്സ്. ഏത് ഓഡിറ്റ് പ്രോസസ്സിൽ? വെരിഫിക്കേഷൻ ഓഫ് വൗച്ചിങ് എന്ന് പറഞ്ഞാൽ R&P ആർ യൂസിങ് ക്യാഷ് ബുക്കും പിന്നെ വേറൊരു ബുക്കും. അത് ഏത് ബുക്കാണെന്ന് ചോദിച്ചിട്ടുള്ളത്? ഓപ്ഷൻ എ ജനറൽ ലെഡ്ജർ, ഓപ്ഷൻ ബി ഡേ ബുക്ക്, ഓപ്ഷൻ സി പേഴ്സണൽ ലെഡ്ജർ, ഓപ്ഷൻ ഡി വാല്യുവേഷൻ ഓഫ് അസറ്റ്സ്. ഓക്കെ, ഏത് ബുക്കാണ് ഉത്തരമായിട്ട് വരിക? ഓപ്ഷൻ ബി ഡേ ബുക്കാണ് ഉത്തരമായിട്ട് വരിക കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡാഷ് കമ്മിറ്റി സ്റ്റേറ്റഡ് ദാറ്റ് ദ കോപ്പറേറ്റീവ് ഓഡിറ്റ് എക്സ്റ്റെൻസ് ബിയോണ്ട് ദ ബെയർ റിക്വയർമെൻറ്റ് ഓഫ് ദ ആക്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻ ആണ്, ചോദിച്ചു കാണാത്ത ചോദ്യമാണ്. അപ്പോൾ ഇങ്ങനത്തെ ചോദ്യങ്ങൾ പുതിയ പുതിയ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് കേട്ടോ, കടന്നു വരുന്നുണ്ട്. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് പഠിക്കുക. ഡാഷ് കമ്മിറ്റി സ്റ്റേറ്റഡ് ദാറ്റ് ദ കോപ്പറേറ്റീവ് ഓഡിറ്റ് എക്സ്റ്റെൻസ് ബിയോണ്ട് ദ ബെയർ റിക്വയർമെൻറ്റ് ഓഫ് ദ ആക്ട്. മക്ലഗൻ ആണോ, TN ഹജീല ആ കമ്മിറ്റിയാണോ, മെഹത്ത കമ്മിറ്റിയാണോ, മിർദ കമ്മിറ്റിയാണോ ഇങ്ങനെ ഒരു റെക്കമെൻഡേഷൻ നടത്തിയത്? ഏത് കമ്മിറ്റിയാണ് നടത്തിയത്? മെക്ലഗൻ ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ മെക്ലഗൻ കമ്മിറ്റി സ്റ്റേറ്റഡ് ദാറ്റ് ദ കോപ്പറേറ്റീവ് ഓഡിറ്റ് എക്സ്റ്റെൻസ് ബിയോണ്ട് ദ ബെയർ റിക്വയർമെൻറ്റ് ഓഫ് ദ ആക്ട്. ഇനി 39ാമത്തെ ചോദ്യം, ദ സ്കീം ദാറ്റ് സെൽസ് ഔട്ട് ഇൻ ഡീറ്റെയിൽ ദ ഡിഫറെൻറ്റ് ഫേസസ് ഓഫ് വർക്ക് ടു ബി ഡൺ ഇൻ ദ കോഴ്സ് ഓഫ് ഓഡിറ്റ് വിത്തിൻ എ ഫിക്സഡ് ടൈം. The scheme that sets out in details different phases of work to be done in the course of audit. ഒരു കോഴ്സ് ഓഫ് ഓഡിറ്റിൽ നടക്കുന്ന ഡിഫറെൻറ്റ് ഫേസസ് ഓഫ് വർക്ക് ഒരു ഫിക്സഡ് ടൈമിനുള്ളിൽ നടക്കുന്നത്, അതിനെന്ത് പേരാണ് അറിയപ്പെടുക എന്നാണ് ചോദ്യം വന്നിട്ടുള്ളത്. ഫിസിക്കൽ സർട്ടിഫിക്കേഷൻ, ഓഡിറ്റ് പ്രോഗ്രാം, ഓഡിറ്റ് റിപ്പോർട്ട്, ഓഡിറ്റ് നോട്ട്. എന്താണ് ഉത്തരമായിട്ട് വരിക? ഓഡിറ്റ് പ്രോഗ്രാമാണ് കേട്ടോ ആൻസർ. ഓഡിറ്റ് പ്രോഗ്രാമാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ നന്നായി പഠിക്കുക. ദ സ്കീം ഓഡിറ്റ് പ്രോഗ്രാം ഈസ് ദ സ്കീം ദാറ്റ് സെറ്റ്സ് ഔട്ട് ഇൻ ഡീറ്റെയിൽ ദ ഡിഫറെൻറ്റ് ഫേസസ് ഓഫ് വർക്ക് ടു ബി ഡൺ ഇൻ ദ കോഴ്സ് ഓഫ് ഓഡിറ്റ് വിത്തിൻ ദ ഫിക്സഡ് ടൈം. 40ാമത്തെ ചോദ്യം, എ ഹ്യൂജ് എമൗണ്ട് സ്പെൻഡ് ഫോർ അഡ്വർടൈസ്മെൻറ്റ്. അഡ്വർടൈസ്മെൻറ്റിന് വേണ്ടി ചിലവാക്കുന്ന അറിയാം. ഓഫ് എ ന്യൂ പ്രോഡക്റ്റ്, ഒരു പുതിയ പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ അഡ്വർടൈസ്മെൻറ്റ് കണ്ടക്ട് ചെയ്യും. അതിനൊരു ഹ്യൂജ് എമൗണ്ട് സ്പെൻഡ് ചെയ്തു. ആൻഡ് ഇറ്റ്സ് എഫക്റ്റ് വിൽ റിമൈൻ ഫോർ 3 to 4 years, 3 or 4 years അല്ലേ മേ ബി. ഹൗ ഈസ് ഇറ്റ് ട്രീറ്റഡ് ഇൻ അക്കൗണ്ടിങ്? അത് അക്കൗണ്ടിങ്ങിൽ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുക? ഓപ്ഷൻ എ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, ഓപ്ഷൻ ബി ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ, ഓപ്ഷൻ സി റവന്യൂ എക്സ്പെൻഡിച്ചർ, ഓപ്ഷൻ ഡി റിക്കവറബിൾ എക്സ്പെൻഡിച്ചർ. അതായത് ഏതായിരിക്കും? ചോദിക്കുന്ന ചോദ്യങ്ങൾ തന്നെയാണ്, സ്ഥിരമായിട്ട് കാണാറുള്ളതാണ്. ഡിഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചറാണ് അഡ്വർടൈസിന് വേണ്ടി ചിലവാക്കുന്നത്. കാരണം അഡ്വർടൈസ്മെൻറ്റ് ഒരിക്കലും ഒരു വർഷത്തേക്ക് മാത്രമാണോ അതിൻ്റെ ഉപയോഗം? അല്ലേ. അഡ്വർടൈസ്മെൻറ്റ് ഒരു ലാർജ് ഒരു 3 to 4 ഇയേഴ്സിൽ കൂടുതൽ പഴയതോ കാലത്തുള്ള പരസ്യങ്ങൾ നമ്മൾ ഇന്നും കാണുന്നുണ്ട് അല്ലേ. സോ അതുകൊണ്ട് ഒരുപാട് കാലം നിലനിൽക്കുന്നതാണ്. പിന്നെ ട്രെൻഡ് മാറുന്നതിനനുസരിച്ച് ഇപ്പോൾ കുറച്ച് ഔട്ട്ഡേറ്റഡ് ആയി പോവും അല്ലേ. പഴയ തീമുകളൊന്നും ഇപ്പോൾ വരില്ല. ഇപ്പോൾ പുതിയ പുതിയ തീമുകൾ വരികയാണ്. പുതിയ പുതിയ മാറ്റങ്ങൾക്കനുസരിച്ച് അവരും മാറും. അഡ്വർടൈസ്മെൻറ്റും മാറണമല്ലോ, അപ്പോഴല്ലേ നോട്ട് ചെയ്യുള്ളൂ. സോ അതുകൊണ്ട് ഡിഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്നാണ് പറയുക കേട്ടോ. ഇനി 41ാമത്തെ ചോദ്യം, എക്സ്പെൻസസ് ഇൻകേർഡ് ഫോർ ഓഫീസ് വർക്ക് ഓഫ് എ ഫേം. ഓക്കെ, ഓഫീസ് വർക്ക് ഓഫ് എ ഫേമായി ബന്ധപ്പെട്ടിട്ടുള്ള എക്സ്പെൻസിൻ്റെ പേരെന്താണ്? സെല്ലിംഗ് ഓവർഹെഡ് ആണോ, പ്രൊഡക്ഷൻ ഓവർഹെഡ് ആണോ, വർക്ക്സ് ഓവർഹെഡ് ആണോ, അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ് ആണോ?
അപ്പോൾ ഓഫീസ് വർക്കുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ആ ഒരു വാക്കിൽ നിന്ന് തന്നെ, ഓഫീസ് വർക്ക് എന്ന വാക്കിൽ നിന്ന് നമുക്ക് കിട്ടും അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡാണ് ഉത്തരമായിട്ട് വരിക കേട്ടോ. വിച്ച് റേഷ്യോ ഇൻഡിക്കേറ്റ്സ് ദ ലോങ് ടേം ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് എ ഫേം? ലോങ് ടേം ഫിനാൻഷ്യൽ പൊസിഷൻ കാണിക്കുന്ന റേഷ്യോ ഏതാണ്? ലിക്വിഡിറ്റി ആണോ, ടേൺ ഓവർ ആണോ, പ്രോഫിറ്റബിലിറ്റി ആണോ, സോൾവൻസി ആണോ? ഏതാണ്? സോൾവൻസി ആണ് കേട്ടോ. സോൾവൻസി റേഷ്യോ ആണ് ലോങ് ടേം ഫിനാൻഷ്യൽ പൊസിഷനെ കാണിക്കുന്നത്. അടുത്ത ചോദ്യം 43ാമത്തെ ചോദ്യം. ഇതൊരു കണക്കാണ് കേട്ടോ. അക്കൗണ്ടൻസി ബേസ്ഡ് ഇഫ് ദ അക്കൗണ്ടൻസി എന്ന് പറയാൻ പറ്റില്ല, ഒരു കോസ്റ്റിംഗ് ആ ഒരു ടൈപ്പ്. ഇഫ് ദ സ്റ്റാൻഡേർഡ് പ്രൈസ് ആൻഡ് ആക്ച്വൽ പ്രൈസ് ഓഫ് എ മെറ്റീരിയൽ 10ഉം 12ഉം റെസ്പെക്റ്റീവ്ലിയാണ്. സ്റ്റാൻഡേർഡ് പ്രൈസ് 10ആണ്, ആക്ച്വൽ പ്രൈസ് 12ആണ് കേട്ടോ. ആൻഡ് ആക്ച്വൽ ക്വാണ്ടിറ്റി എത്രയാണ്? 2100 യൂണിറ്റ്സ് ആണ് പറഞ്ഞിട്ടുള്ളത്. വിച്ച് ഈസ് മോർ ദാൻ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ബൈ 100 യൂണിറ്റ്സ്. വാട്ട് ഈസ് മെറ്റീരിയൽ പ്രൈസ് വാരിയൻസ്? എന്താണ് ഇവിടെ മെറ്റീരിയൽ പ്രൈസ് വാരിയൻസ്? MPV എന്ന് പറയും. അതിൽ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. 4200 ഫേവറബിൾ ആണോ, 4200 അഡ്വേഴ്സ് ആണോ, 4000 ഫേവറബിൾ ആണോ, 4000 അഡ്വേഴ്സ് ആണോ? ഓക്കെ, അപ്പോൾ എന്താണ് MPV? എന്താണ് മെറ്റീരിയൽ പ്രൈസ് വാരിയൻസ്? അത് ആദ്യം പഠിച്ചു വയ്ക്കുക. എന്താണ് ഇത്? ഒരു മെറ്റീരിയൽ പ്രൈസ് വാരിയൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം നമുക്ക് വേണമെങ്കിൽ മെറ്റീരിയൽ പ്രൈസ് വാരിയൻസ് എന്താണെന്ന് പഠിക്കാം. വാട്ട് ഈസ് MPV? MPV എന്ന് വെച്ചാൽ മെറ്റീരിയൽ പ്രൈസ് വാരിയൻസ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ സ്റ്റാൻഡേർഡ് കോസ്റ്റ് ആൻഡ് ദ ആക്ച്വൽ കോസ്റ്റ്. എന്താണ് മെറ്റീരിയൽ പ്രൈസ് വാരിയൻസ്? ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ സ്റ്റാൻഡേർഡ് കോസ്റ്റ് ആൻഡ് ദ ആക്ച്വൽ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽസ് ബേസ്ഡ് ഓൺ ദ ആക്ച്വൽ ക്വാണ്ടിറ്റി പർച്ചേസ്ഡ് ഓർ യൂസ്. ആക്ച്വൽ ക്വാണ്ടിറ്റി പർച്ചേസ്ഡ് ഓർ യൂസ്, അതായത് എന്ത് തമ്മിലുള്ള വ്യത്യാസമാണ്? സ്റ്റാൻഡേർഡ് കോസ്റ്റിനും ആക്ച്വൽ കോസ്റ്റും തമ്മിലുള്ള വ്യത്യാസമാണ്. എന്ത് ബേസ് ചെയ്തിട്ടുള്ള വ്യത്യാസമാണ്? ആക്ച്വൽ ക്വാണ്ടിറ്റി പർച്ചേസ് ചെയ്തതും യൂസും തമ്മിൽ. അതാണ് ബേസ് ആയിട്ട് വെക്കുക കേട്ടോ. അപ്പോൾ അതിന് ഒരു ഇക്വേഷൻ ഉണ്ട്. അപ്പോൾ ആ ഇക്വേഷൻ നമുക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ MPV പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാം. അപ്പോൾ MPVയുടെ ഇക്വേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മെറ്റീരിയൽ പ്രൈസ് വാരിയൻസ് MPV എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് പ്രൈസ് മൈനസ് ആക്ച്വൽ പ്രൈസ് ഇൻറ്റു ആക്ച്വൽ ക്വാണ്ടിറ്റി ആണ് കേട്ടോ. എന്താണ് ഇക്വേഷൻ? സ്റ്റാൻഡേർഡ് പ്രൈസ് മൈനസ് ആക്ച്വൽ പ്രൈസ് ഇൻറ്റു ആക്ച്വൽ ക്വാണ്ടിറ്റി. അപ്പോൾ നമുക്ക് സ്റ്റാൻഡേർഡ് പ്രൈസ് ഇവിടെ തന്നിട്ടുണ്ട്, 10 സ്റ്റാൻഡേർഡ് പ്രൈസ് തന്നിട്ടുള്ളത്. ആക്ച്വൽ പ്രൈസ് തന്നിട്ടുള്ളത് 12ആണ്. അപ്പോൾ 10 മൈനസ് 12. ആക്ച്വൽ ക്വാണ്ടിറ്റി തന്നിട്ടുണ്ട് 2100 യൂണിറ്റ് ആണ് അല്ലേ? ഓക്കെ, അപ്പോൾ ഇൻറ്റു ആക്ച്വൽ ക്വാണ്ടിറ്റി എന്ന് പറയുമ്പം ഇൻറ്റു 2100. അപ്പോൾ എങ്ങനെയാണ് വരിക ഇക്വേഷൻ? 10 മൈനസ് 12 ഇൻറ്റു 2100. അപ്പോൾ 10 മൈനസ് 12 എന്ന് പറയുമ്പോൾ -2 ആണ് വരിക. -2 ഇൻറ്റു 2100 അല്ലേ? -2 ഇൻറ്റു 2100 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -4200 ആണ് വരിക. -4200. സോ ഇവിടെ -4200 എന്ന് വന്നതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഓപ്ഷനിൽ ഉത്തരം എങ്ങനെ എടുക്കുക? ഇത് അഡ്വേഴ്സ് ആണ്, അഡ്വേഴ്സ് ആയിട്ടാണ് എടുക്കുക. അപ്പോൾ ഉത്തരം 4200 അഡ്വേഴ്സ് എന്നാണ് ഉത്തരം എടുക്കുക കേട്ടോ. ഓക്കെ, എങ്ങനെ എടുക്കുക? 4200 അഡ്വേഴ്സ് എന്നാണ് ഉത്തരം എടുക്കുക. അപ്പോൾ ഇത് അഡ്വേഴ്സ് ആവാൻ നെഗറ്റീവാണ് വന്നത്, അതുകൊണ്ടാണ് നമ്മൾ അഡ്വേഴ്സ് എന്ന് പറയുന്നത് കേട്ടോ. ഇറ്റ് ഈസ് അഡ്വേഴ്സ് ആവുന്നതിന് കാരണം ആക്ച്വൽ പ്രൈസ് ഈസ് ഹയർ ദാൻ ദ സ്റ്റാൻഡേർഡ് പ്രൈസ് അല്ലേ? സ്റ്റാൻഡേർഡ് പ്രൈസിനേക്കാൾ കൂടിയിട്ടാണ് ആക്ച്വൽ പ്രൈസ്. ആക്ച്വൽ പ്രൈസ് ശരിക്കും കുറഞ്ഞു നിൽക്കണം, കുറഞ്ഞു നിന്നാലാണ് ലോവർ കോസ്റ്റ് നോർമലാണുള്ളൂ. ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഹയർ കോസ്റ്റ് ആണെന്നാണ്. അഡ്വേഴ്സ് ആകുമ്പോൾ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഹയർ കോസ്റ്റ് ആണെന്നാണ്. ഇറ്റ് ഈസ് അഡ്വേഴ്സ് ബിക്കോസ് ഓഫ് ദ ആക്ച്വൽ പ്രൈസ് ഈസ് ഹയർ ദാൻ ദ സ്റ്റാൻഡേർഡ് പ്രൈസ്. സോ ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്? ഹയർ കോസ്റ്റ് ആണെന്നാണ്. സോ ആൻസർ വരുന്നത് 4200 അഡ്വേഴ്സ് ആണ്. ഓക്കെ, അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. MPV എന്താണെന്നും ജസ്റ്റ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനും ഇതുപോലെ സിമ്പിളായിട്ടുള്ളൊരു ഇതാണ് വന്നിട്ടുള്ളത്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. നെറ്റ് പർച്ചേസസ് മെയ്ഡ് ഡ്യൂറിങ് ദ ഇയർ 12 ലക്ഷം. ഓപ്പണിംഗ് സ്റ്റോക്ക് അറ്റ് കോസ്റ്റ് ആൻഡ് ക്ലോസിംഗ് സ്റ്റോക്ക് വന്നിട്ട് 2.5 ലക്ഷവും 1.5 ലക്ഷവും റെസ്പെക്റ്റീവ്ലി വന്നിട്ടുണ്ട്. വാട്ട് ഈസ് ദ കോസ്റ്റ് ഓഫ് CGS ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ CGSൻ്റെ നിങ്ങൾക്ക് അറിയാം, എല്ലാവർക്കും അറിയുന്നതായിരിക്കും. CGS കാണാൻ ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് നെറ്റ് പർച്ചേസസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്കാണ് എടുക്കുക. സോ ആ ഒരു ഇക്വേഷൻ തന്നെ നമുക്ക് ആൻസർ അവൈലബിൾ ആവും. 13 ലക്ഷമാണ് ഉത്തരം വരിക കേട്ടോ. ആ ഒരു ഇക്വേഷനിൽ ഇത് നമ്മൾ ഇടുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യും? ഉത്തരം കിട്ടും. സോ അതിനെക്കുറിച്ച് നമുക്ക് പെട്ടെന്ന് പ്രത്യേകിച്ച് നോക്കാനൊന്നുമില്ല. 45ാമത്തെ ചോദ്യം. ഡാഷ് ചേഞ്ചസ് അക്കോർഡിംഗ് ടു ദ ചേഞ്ച് ഇൻ ദ ക്വാണ്ടിറ്റി ഓഫ് പ്രൊഡക്ഷൻ. ക്വാണ്ടിറ്റി ഓഫ് പ്രൊഡക്ഷൻ ചേഞ്ച് ചെയ്യുന്നത് ഏത് കോസ്റ്റിൽ? വാരിയബിൾ ഇത് നോക്കിയിട്ടാണെന്ന്. വാരിയബിൾ കോസ്റ്റ്, ഫിക്സഡ് കോസ്റ്റ്, ബ്രേക്ക് ഓൺ കോസ്റ്റ്, ബ്രേക്ക് ഓൺ സെയിൽസ് അല്ലേ? നമുക്കറിയാം വാരിയബിൾ കോസ്റ്റ് ആകുമ്പോഴാണ് എന്ത് ചെയ്യുക?
ചേഞ്ച് ചെയ്യുക അല്ലേ. ക്വാണ്ടിറ്റി ഓഫ് പ്രൊഡക്ഷനെ നോക്കിയിട്ട് ചേഞ്ച് ചെയ്യുന്നത് വാരിയബിൾ കോസ്റ്റ് ആണ്. സോ ആൻസർ ഈസ് ഓപ്ഷൻ എ ആണ് കേട്ടോ. 46 വന്നിട്ട് ദ എമൗണ്ട് ഓഫ് കോൺട്രിബ്യൂഷൻ ബ്രേക്ക് ഇവൻ സെയിൽസ് ഈസ് ഈക്വൽ ടു, എമൗണ്ട് ഓഫ് കോൺട്രിബ്യൂഷൻ ഇൻ ബ്രേക്ക് ഇവൻ സെയിൽസ് ഈസ് ഈക്വൽ ടു ഓപ്ഷൻ എ വാരിയബിൾ കോസ്റ്റ്, ഓപ്ഷൻ ബി പ്രോഫിറ്റ്, ഓപ്ഷൻ സി ടോട്ടൽ കോസ്റ്റ്, ഓപ്ഷൻ ഡി ഫിക്സഡ് കോസ്റ്റ്. ഓക്കെ, ഏതാണ് ഉത്തരം? ഫിക്സഡ് കോസ്റ്റ് ആണ് ഉത്തരമായിട്ട് വരുന്നത് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 47ാമത്തെ ചോദ്യം. ഡാഷ് കോസ്റ്റ് പെർ യൂണിറ്റ് ഓഫ് പ്രൊഡക്ഷൻ റിമൈൻസ് കോൺസ്റ്റൻറ്റ് ഇൻ മാർജിനൽ കോസ്റ്റിംഗ്. മാർജിനൽ കോസ്റ്റിൽ ഏതാണ് കോസ്റ്റ്, ഏത് കോസ്റ്റ് പെർ യൂണിറ്റ് ആണ് റിമൈൻസ് കോൺസ്റ്റൻ്റ് ആയിരിക്കുക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? ഉത്തരം വരുന്നത് വാരിയബിൾ കോസ്റ്റ് ആണ് കേട്ടോ. വാരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് ഓഫ് പ്രൊഡക്ഷൻ റിമൈൻസ് കോൺസ്റ്റൻറ്റ് ഇൻ മാർജിനൽ കോസ്റ്റിംഗ് എന്നാണ് വന്നിട്ടുള്ളത്. ഓക്കെ, ഇനി ക്യാരിയേജ് ഔട്ട്വേർഡ്. ക്യാരിയേജ് ഔട്ട്വേർഡ് എന്താണ്? ഡയറക്റ്റ് എക്സ്പെൻസ് ആണോ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണോ? ഔട്ട്സ്റ്റാൻഡിംഗ് അല്ല, പ്രീപെയ്ഡ് അല്ല നമുക്കറിയാം. ക്യാരിയേജ് ഇൻവേർഡും ക്യാരിയേജ് ഔട്ട്വേർഡൊക്കെ നമുക്ക് അറിയുന്നതാണ്. അപ്പോൾ ക്യാരിയേജ് ഔട്ട്വേർഡ് എന്താണ്? അതൊരു ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ് കേട്ടോ. ക്യാരിയേജ് ഔട്ട്വേർഡ് എന്ത് എക്സ്പെൻസ് ആണ്? ഒരു ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്, മറ്റൊരു ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ഓക്കെ, 49 വെൻ ദ ആക്ച്വൽ കോസ്റ്റ് ഇൻക്ലൂഡ് ഈസ് ലെസ് ദാൻ ദ സ്റ്റാൻഡേർഡ് കോസ്റ്റ്. ആക്ച്വൽ കോസ്റ്റ് ലെസ് ദാൻ സ്റ്റാൻഡേർഡ് കോസ്റ്റിനേക്കാൾ കുറവാണെങ്കിൽ അതിൻ്റെ വാരിയൻസിനെ നമ്മൾ എന്തു പറയും? നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞു അല്ലേ, ആക്ച്വൽ കോസ്റ്റ് ഇൻക്ലൂഡ് ഈസ് ലെസ് ദാൻ സ്റ്റാൻഡേർഡ് കോസ്റ്റ് കുറവാണെങ്കിൽ അത് ശരിക്കും എന്താണ്? പോസിറ്റീവിനെ സൈനെയാണോ കാണിക്കുക അതോ നെഗറ്റീവ് സൈനിനെയാണോ കാണിക്കുക? ഫേവറബിൾ ആണോ അല്ലേ? ഫേവറബിൾ ആണ് ഉത്തരമായിട്ട് വരിക. ന്യൂട്രൽ, അൺഫേവറബിൾ, ഫേവറബിൾ, ഡ്യുവൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഫേവറബിൾ ആണ് ആ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ. ഏത് കണ്ടീഷൻ? ആക്ച്വൽ കോസ്റ്റ് ഇൻക്ലൂഡ് ഈസ് ലെസ് ദാൻ ദ സ്റ്റാൻഡേർഡ് കോസ്റ്റ്. ഓക്കെ, നെക്സ്റ്റ് സെയിൽസ് വാല്യൂ വാരിയൻസ് ഈക്വൽസ് ടു ആക്ച്വൽ സെയിൽസ് മൈനസ് ഡാഷ്. സെയിൽസ് വാല്യൂ വാരിയൻസ് ആണ്. സെയിൽസ് വാല്യൂ വാരിയൻസ് ഈസ് ഈക്വൽ ആക്ച്വൽ സെയിൽസ് മൈനസ് ഡാഷ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതാണ് ആൻസർ ആയിട്ട് വരിക? ബഡ്ജറ്റഡ് സെയിൽസ് ആണോ, സ്റ്റാൻഡേർഡ് സെയിൽസ് ആണോ, സെയിൽസ് മിക്സ് പ്രൈസ് ആണോ, സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ആണോ? ഏതാണ് വരിക? നമ്മുടെ ജൂനിയർ ക്ലർക്ക്, ഇതിപ്പോൾ നമ്മൾ എല്ലാ സീരീസിനും വേണ്ടി എല്ലാ ക്വസ്റ്റ്യൻസും ആണ്. നമ്മൾ അസിസ്റ്റൻറ്റ് മാനേജർ ലെവലിലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട് ഇതിൽ. അതുപോലെ സെക്രട്ടറി, അസിസ്റ്റൻറ്റ് സെക്രട്ടറി, ജൂനിയർ ക്ലർക്ക്. അപ്പോൾ നമ്മുടെ ജൂനിയർ ക്ലർക്കിന് ചിലപ്പോൾ ഇത്രയും കടുപ്പത്തിലുള്ള ചോദ്യങ്ങൾ വരാനുള്ള സാധ്യത കുറവാണ്. പക്ഷേ എന്നിരുന്നാലും നമ്മൾ ഇനിയിപ്പോൾ സിലബസൊക്കെ വരുമല്ലോ, സിലബസൊക്കെ വന്നത് എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. സെക്രട്ടറിയുടെ സിലബസൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. സോ ക്ലർക്കിൻ്റെ സിലബസും വരുമ്പോൾ നമുക്ക് ഇത്രയും കൂടി ഒരു നോളജ് കിട്ടും എന്തെന്നാണ് എവിടെ നിന്നാണ് ചോദ്യങ്ങൾ വരികയെന്ന്. സോ എല്ലാവരും ചെയ്യേണ്ടത് സിലബസ് പ്രിൻ്റ് ഔട്ട് എടുത്ത് വെച്ച്, സെക്രട്ടറിയുടെയും പ്രിൻ്റ് ഔട്ട് എടുത്ത് വെച്ചോളൂ, കയ്യിൽ വെച്ചോളൂ. സെക്രട്ടറിയും ക്ലർക്കും വരുമ്പോൾ രണ്ടും പ്രിൻ്റ് ഔട്ട് എടുത്ത് വെക്കുക. കാരണം സെക്രട്ടറി നന്നായി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ക്ലർക്കിന് ഒരുപാട് യൂസ്ഫുൾ ആണല്ലോ. സോ എല്ലാ ഏരിയയും കവർ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. ഒരു ഏരിയ പോലും വിട്ടുപോകാതെ ഓരോ ഏരിയയും നിങ്ങൾ കവർ ചെയ്ത് ടിക്ക് ചെയ്ത് പഠിച്ചു പോവുക. അപ്പോൾ എപ്പോഴും കയ്യിൽ എന്ത് വേണം? ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് സിലബസ് പ്രിൻ്റ് ഔട്ട് എടുത്ത് വെക്കുക. അതിലാരും വിഷമമൊന്നും വിചാരിക്കേണ്ട. എഴുതിയെടുപ്പൊന്നും നടക്കില്ല. നമ്മൾ എഴുതാമെന്നൊക്കെ വിചാരിക്കും, നടക്കില്ല. ഏറ്റവും നല്ലത് എന്താണ്? ഏത് എക്സാമിനാണോ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നത്, നിങ്ങൾ ഉന്നം വെക്കുന്നത്, ആ എക്സാമിൻ്റെ സിലബസ് നിങ്ങൾ പ്രിൻ്റ് എടുത്ത് കയ്യിൽ വെക്കുക. അതിനുശേഷം നിങ്ങൾ ഓരോ ഭാഗങ്ങളായിട്ട് പഠിച്ച് വരിക കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസും, നമ്മുടെ CSEB കണ്ടക്ട് ചെയ്യുന്ന എല്ലാ ടൈപ്പ് എക്സാംസും ഈ ഒരു 2024-25 നടത്തുന്ന എല്ലാ എക്സാമുകളും ഇങ്ങനെ കംപ്ലീറ്റ് അങ്ങ് പഠിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമ്മൾ സോർട്ട് ഔട്ട് ഒന്നും ചെയ്യണില്ല. എളുപ്പമുള്ള ചോദ്യം അല്ലെങ്കിൽ എളുപ്പമില്ലാത്ത ചോദ്യം നമ്മൾ അങ്ങനെയൊന്നും മാറ്റി നിർത്തണില്ല. എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസും എടുക്കും കേട്ടോ. അപ്പം നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള ഭാഗം ഏതാണെന്ന് നോക്കുന്നു, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് സെർച്ച് ചെയ്ത് കണ്ടെത്തി പഠിക്കുക. ഓക്കെ, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ക്വസ്റ്റ്യൻസിനെയൊക്കെ പരിചയപ്പെടുത്തി തരിക നമ്മൾ ചെയ്യണു. നിങ്ങളത് ഏതാണോ നിങ്ങൾക്ക് സോർട്ട് ഔട്ട് ചെയ്ത് ഏതാണ് എളുപ്പമുള്ളത് ഏതാണ് ടഫുള്ളത് നിങ്ങൾ മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രിപ്പയർ ചെയ്ത് നന്നായി പഠിക്കുക കേട്ടോ. സെയിൽസ് വാല്യൂ വാരിയൻസ് ഈക്വൽസ് ആക്ച്വൽ സെയിൽസ് മൈനസ് ഡാഷ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത് ഏതാണ്? ബജറ്റഡ് സെയിൽസ് ആണ് കേട്ടോ. ഓക്കെ, 50ൻ്റെ ഉത്തരമായിട്ട് വരുന്നത് ബജറ്റഡ് സെയിൽസ് ആണ്. അപ്പോൾ ഇന്ന് നമ്മൾ 50ാമത്തെ ക്വസ്റ്റ്യൻ എത്തി നിൽക്കുകയാണ്. അപ്പോൾ നാളെ നമുക്ക് ബാക്കി ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും നന്നായിട്ട് പഠിക്കുക കേട്ടോ. അപ്പോൾ നാളെ നെക്സ്റ്റ് ഡേ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.